ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ തോട്ടത്തിലെ കുറച്ച് ചെടികൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു വഴുതനങ്ങയുടെ ചെടിയാണ്. ഇതിനകത്ത് ചെറിയ ഒത്തിരി വലുതല്ല, എന്നാലും നല്ലതായിട്ട് കായ ഉണ്ടാകുന്നുണ്ട്, വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് ഒരു ചെറിയ പച്ചമുളകിൻ്റെ തൈയാണ്. കുറേ പച്ചമുളകിൻ്റെ തൈയുണ്ട്. ഇതിനകത്തും അത്യാവശ്യം 5-6 പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു ചിക്കുവിൻ്റെ മരമാണ്, സപ്പോട്ടയ്ക്ക. ഇതും ബഡ് മേടിച്ച് വെച്ചതാണ്. ഇതിലും നല്ലതായിട്ട് കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നല്ല വലുപ്പത്തിൽ വരുന്ന കായ്കളാണ് ഇതിനകത്തും. അപ്പം ഇതൊക്കെ ഏകദേശം പഴുക്കാറായിട്ട് നിൽക്കാതെ ഉറുമ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ച് വെച്ചാണ് നമ്മൾ പഴുപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പക്കിളികളൊക്കെ കുത്തി തിന്നാറുണ്ട്. പിന്നെ ഇവിടെയും ഒരു വഴുതനങ്ങയുടെ ചെടി, ഇവിടെ കൂടുതലും ഉള്ളത് വഴുതനങ്ങയുടെ ചെടിയാണ് കേട്ടോ. ഇതും ഒരു തണ്ടിൽ തന്നെ 3-4 കാ വീതമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതാ ഇവിടെയുണ്ട്. ചെറിയ ചെടിയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ്ട് അവിടെയും ഒരു ചെറിയ വഴുതനങ്ങയുടെ ഇത് നിൽപ്പുണ്ട്. പിന്നെ ഇത് ഒരു ജ്യൂസ് അടിക്കുന്ന ഒരു ചെടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് പോലെ ഇരിക്കും. ഇത് തൊലിയും കൂടി ഇട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും. ചെറിയ പുളിയും ചെറിയൊരു മധുരമുണ്ട്. ഇത് കണ്ട് ചെറിയ ചെറിയ കായായിട്ട് വരുന്നുണ്ട്. ഒത്തിരി ഇതിപ്പം നമ്മൾ പറിച്ചെടുത്ത് അതിനകത്ത് നിറയെ കാണും. ചെടി ചെറുതാണെങ്കിലും പക്ഷെ ഒത്തിരി കായ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരു നാരകത്തിൻ്റെയൊക്കെ വേറൊരു മോഡലായിട്ട് വരും. പിന്നെ ഇത് കുന്തിരിക്കത്തിൻ്റെ ചെടിയാണ്. വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. കുന്തിരിക്കം ഈ മരത്തിൽ ഇത് വലുതാകുമ്പോഴാണ് എടുക്കുന്നത്. പിന്നെ ഇത് മുഴുവൻ കപ്പ ഇട്ടേക്കുക. ഇവിടെ എല്ലാം കപ്പ ഇട്ടേക്കുവാണ്. പിന്നെ ഇതായി കാണുന്ന ഒരു റംബുട്ടാൻ്റെ മരമാണ്. ഇതിലെപ്പോഴും ഉണ്ടാകുന്നു. അതും ബഡിൻ്റെ ആയിരുന്നു. ഇവിടോട്ടെല്ലാം ഈ റംബുട്ടാൻ ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ടതാണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് വെണ്ടയൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയി. എന്നാലും 1-2 കാ വീതമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതും എല്ലാം ഇവിടെ ബഡാണ് കൂടുതലും മേടിച്ച് വെച്ചേക്കുന്നത്, കരിയാപ്പ്. പിന്നെ ഇവിടുത്തെ ചെടി ഒത്തിരി ഉണ്ട്. ഇതെല്ലാം മറ്റേ ബൊഗെയിൻവില്ല, കടലാസ് ചെടി എന്ന് പറയുന്നതാണ്, വെള്ള കളറിലെ. ഇത് മുസാണ്ട. ഇതെല്ലാം വെള്ള കളറിലെ കുറേ ഇതുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരേ ടൈപ്പിലേതാണ്. ഇത് പിന്നെ കറ്റാർ വാഴ, അതിൻ്റെ തൈയും. ഇത് പിന്നെ ഇവിടുത്തെ ഒരു റോസാണ്. ഇങ്ങനെ വള്ളി പോലെ ഇരിക്കുന്നത്, പക്ഷെ ഒത്തിരി മുട്ട ഉണ്ടാകുന്നുണ്ട്. നല്ല മണമാണ്. അത് പൂ കൊഴിയുന്നതിന് മുന്നേ അടുത്ത മുട്ട വന്ന് ഇതായിട്ട് നിൽക്കും. ഒത്തിരി പൂ ഉണ്ടാവും അതിനകത്ത്. പിന്നെ ഇത് യൂഫോർബിയ എന്ന് പറയുന്ന ചെടി. ഇത് നല്ല റോസ. പിന്നെ ഇത് ചെമ്പകം, ചുമല കളറിലെ ഒരു ചെമ്പകമാണ്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതൊക്കെ നമ്മൾ പുറത്താണ് വെച്ചേക്കുന്നത്. ഇതാണ് ഇപ്പം വീട്ടിലെ തോട്ടം, അടുക്കള തോട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് വീടിന് മുന്നിൽ നിൽക്കുന്നൊരു മാവാണ്. ഇത് നല്ല രസമാണ് കാണാൻ. ഇതിനകത്ത് കായൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം മുഴുവൻ ഇല പൊഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്, എന്നാലും നല്ല രസമുണ്ട്. പിന്നെ